പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം മുന്നിലുള്ള പ്രശ്നങ്ങളെ എങ്ങനെ ജയിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 25-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽക്കുവാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് സ്തോത്രം. നിന്റെ വിവേകം സുസ്ഥ്യം തന്നെ. രക്തപാതകവും സ്വന്തം കൈയാൽ പ്രതികാരം ചെയ്യാതെ വേണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവൾ. ആമേൻ. ഈ ഭാഗം നമുക്ക് പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടും മുന്നിലുള്ള പ്രശ്നങ്ങളെ വളരെ ദൈവജ്ഞാനത്തോടുകൂടെ ആ പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടാതെ വണ്ണം ആ വിഷയം വന്നപ്പോൾ ആ വിഷയത്തോട് എതിർപ്പെടുവാൻ, ആ വിഷയത്തോട് എതിർക്കുവാൻ, അതിന് നേരെ ചെന്ന് ആ വിഷയത്തിൽ മുഖാമുഖമായി അതിനോട് എതിർക്കുവാൻ, എതിർത്ത് ആ മേഖലകളിൽ ആ വന്നതായ വിഷയം ദൈവജ്ഞാനത്തോടെ പരിഹരിക്കപ്പെടുവാൻ തക്കവണ്ണം പഴയ നിയമ ഏടുകളിൽ അബീഗയിലിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ വിഷയം അവൾ കടന്നു വന്നപ്പോൾ അവൾ ഭയപ്പെട്ട് ഓടി ഒളിച്ചില്ല. ആ വിഷയം നേർക്ക് നേരെ ചെന്ന് തന്നെ സമർപ്പിച്ച ആ വിഷയത്തിന്മേൽ നിരപ്പ് പ്രാപിച്ച് ആ വിഷയത്തിന്റെ പരിഹാരത്തെ, ആ വിഷയത്തിന്റെ മേഖലയിലുള്ള പ്രതികൂലത്തെ, അനർത്ഥത്തെ നീക്കി പരിഹാരത്തെ ചോദിച്ചു മേടിക്കത്തക്കവണ്ണം അബീഗയിലിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. ശമൂവേലിന്റെ പുസ്തകം 1 ശമൂവേലും 2 ശമൂവേലിന്റെ പുസ്തകവും ശമൂവേൽ പ്രവാചകനാണ് എഴുതിയിരിക്കുന്നത്. ഇതെഴുതിയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് BC-യിൽ 913 ഇസ്രായേൽ, യഹൂദ എന്നീ രാജ്യം വിഭജിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പുസ്തകം എഴുതിയെന്നാണ് നമ്മൾ തിരുവചനത്തിലൂടെ മനസ്സിലാക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ തന്നെയാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്നാൽ ശമൂവേൽ പ്രവാചകന്റെ മരണത്തിന് ശേഷമുള്ളത്, മരണം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് പിൽക്കാലത്ത് ഇതിനെയെല്ലാം ശേഖരിച്ച് ആമേൻ നിയോഗിക്കപ്പെട്ടവർ, ആമേൻ, ഇവയെല്ലാം ഒരു പിൻകാലത്ത് എഴുത്തുകാർ നിയോഗിക്കപ്പെട്ടവർ സംഹരിച്ചു എന്ന് അനുഗമിക്കുന്നു. അവർ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന് അനുഗമിക്കുന്നു. നമുക്ക് വ്യക്തമല്ല. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ശമൂവേൽ പ്രവാചകൻ തന്നെയാണ് ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു, ഈ ഭാഗങ്ങൾ എഴുതി ചേർത്തിരിക്കുന്നു, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആ സമയത്തും ശമൂവേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദാവീദ് രാജാവായി വെളിപ്പെട്ടു വരുന്ന സമയത്തും അബീഗയിൽ എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ ജീവിതത്തിന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ആ സഹോദരി തൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന വിഷയം കണ്ടിട്ട് ഒരിക്കൽ പോലും ഭയപ്പെട്ട് പുറകോട്ടോടുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിന്റെ മേഖലകളിൽ വിഷയങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്ത കുടുംബങ്ങളില്ല, വിഷയങ്ങളില്ലാത്ത വ്യക്തിത്വങ്ങളില്ല. പക്ഷെ ഒരു ദൈവഭക്തന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഏതൊരു വിഷയം വരുമ്പോഴും ആ വിഷയത്തെ കണ്ട് ഭയപ്പെട്ട് പുറകോട്ട് ഓടുന്നവനല്ല, മറിച്ച് വന്നതായ വിഷയത്തോട് നേർക്ക് നേരെ ചെന്ന് എതിർപ്പെട്ട് ആ വിഷയത്തിന് പരിഹാരം ലഭിക്കുവാൻ നേർക്ക് നേരെ ദൈവത്തിന്റെ ആത്മാവുമായി പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്ന് നീ പ്രാർത്ഥനയിൽ ദൈവസന്നിധി നേർക്ക് നേരെ ചെന്ന്
ധൈര്യത്തോടെ കൃപാസനത്തിൽ കയറി ചെന്ന് നിന്റെ വിഷയം ദൈവത്തോട് തുറന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ നിന്നെ നിന്റെ കുടുംബത്തിൽ മേലെ ഉണ്ടാക്കുന്ന ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളും, ശത്രു മെനഞ്ഞിരിക്കുന്ന സകല കുതന്ത്രങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊളിച്ച് ആ ശത്രുവിൻ്റെ ഇഷ്ടങ്ങളിൽ നിന്നും ശത്രുവിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും നിന്നെ നിന്റെ കുടുംബത്തെ സ്വർഗം വിടുവിക്കും. ഈ ഭാഗത്ത് അബീഹയിൽ എന്ന് പറയുന്ന സഹോദരി തൻ്റെ കുടുംബത്തിൽ തന്നെ വെച്ച് ആ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആടുകളെ രോമം കത്രിക്കുന്ന അടിയന്തരം അത്രത്തോളം സമ്പന്നമായിട്ട് ആ കുടുംബം വളരെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്താണ് ദാവീദിന്റെ ഭൃത്യന്മാർ അവർ ആ പ്രദേശത്ത് കടന്നു ചെല്ലുമ്പോൾ അല്പമായിട്ടുള്ള വെള്ളവും ഭക്ഷണത്തിനും വേണ്ടി ദാവീദ് തൻ്റെ ഭൃത്യന്മാരെ നാബാന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. ആടുകളെ രോമം കത്രിക്കുന്ന സമ്പന്നനായ ഒരു കുടുംബം, അബീഹയുടെ കുടുംബം, അതായത് നാബാന്റെ കുടുംബം ഉണ്ട് എന്ന് ദാവീദ് മനസ്സിലാക്കുകയും തൻ്റെ ഭൃത്യന്മാരെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് അല്പമായിട്ടുള്ള ഭക്ഷണത്തിനായി. എന്നാൽ ആ സമയത്ത് അബീഹയിൽ തൻ്റെ വീട്ടിലില്ലായിരുന്നു. അവളുടെ മുന്തിരിത്തോട്ടത്തിൽ അവൾ കടന്നുപോയി എന്നാണ്. അങ്ങനെ ഈ ഭൃത്യന്മാർ നാബാന്റെ അടുക്കൽ വന്ന്, ദാവീദ് രാജാവ് പറഞ്ഞു വിട്ടിട്ടാ ഞങ്ങൾ കടന്നു വന്നത്, ഞങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം, അല്പമായിട്ടുള്ള ഭക്ഷണവും ഞങ്ങൾക്കായിട്ട് നൽകണമെന്ന് നാബാനോട് പറയുകയാണ്. നാബാൻ എന്ന വാക്കിനർത്ഥം നിഷ്ഠൂരനും നിഷ്കർമ്മിയും ഭോഷൻ, മൂഢൻ എന്നൊക്കെ തിരുവചനത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ നാബാന്റെ അടുക്കൽ പറഞ്ഞു വിട്ടത് ദാവീദ് രാജാവാണ്. ദാവീദ് രാജാവ് അയച്ചതായ ഭൃത്യന്മാരാണ് ഈ നാബാന്റെ അടുക്കിലേക്ക് വരുന്നത്. പക്ഷേ ആരാണ് പറഞ്ഞു വിട്ടുവെന്നോ എന്തിനാണ് പറഞ്ഞു വിട്ടുവെന്നോ മനസ്സിലാക്കാനോ ചിന്തിക്കുവാനോ കഴിയാതെ വണ്ണം നാബാൻ കടന്നു വന്നതായ ഭൃത്യന്മാരോട് പറഞ്ഞു, ദാവീദ് ആര്? ഈശായിയുടെ മകൻ ആര്? എനിക്കുള്ളതിനെ എടുത്ത് എവിടത്തുകാരനെന്നറിയാതെ ഞാൻ കൊടുക്കത്തില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ദാവീദിന്റെ ഭൃത്യന്മാരെ നാബാൻ വിരട്ടുകയാണ്. അങ്ങനെ വിരട്ടുമ്പോൾ ദാവീദിന്റെ ഭൃത്യന്മാർ ചെന്ന് ദാവീദിനോട് പറയുന്നു, നാബാൻ നമുക്ക് ഭക്ഷണം നൽകിയില്ല, നമ്മെ വിരട്ടി ഓടിക്കുവാനിടയായി. ഇത് കേട്ടതായ ദാവീദിന് ഭയങ്കര കോപമുണ്ടായി, ദേഷ്യമുണ്ടായി, സങ്കടമുണ്ടായി, വിഷമമുണ്ടായി. താൻ പെട്ടെന്ന് ചിന്തിച്ചു. പെട്ടെന്നുള്ള ആ വാക്കുകൾ കേട്ടപ്പോൾ ദാവീദിന് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ താൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. നാബാന്റെ കുടുംബത്തിലുള്ള സകല പുരുഷ പ്രജയും അടുത്ത പ്രഭാതം ഉദിക്കുന്നതിന് മുന്നമേ നാബാൻ എന്തൊക്കെയുണ്ട് എല്ലാത്തിനെ കൊന്നുകളയണം. തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞ്, എൻ്റെ പിന്നാലെ പുറപ്പെടുവിൻ, വാളുമായിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ദാവീദും തൻ്റെ ഭൃത്യന്മാരും വാളുമായിട്ട് നാബാന്റെ കർമ്മേലിൽ ആയിരിക്കുന്ന നാബാന്റെ അടുക്കിലേക്ക് പുറപ്പെടുകയാണ്. ഇതേ സമയം അബീഹയിൽ എന്ന സഹോദരി, അതായത് നാബാന്റെ ഭാര്യ, തൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അബീഹയുടെ ഭൃത്യന്മാർ വന്ന് തന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. ദാവീദിന്റെ ഭൃത്യന്മാർ വന്നപ്പോൾ നാബാൻ വിരട്ടി ഓടിച്ചു. പെട്ടെന്ന് കേട്ടപ്പോൾ അവൾ ഉള്ളിൽ ഭാരപ്പെട്ടു. കാരണം ദാവീദ് രാജാവിന്റെ ഭൃത്യൻ, അതെ, ദാവീദ് രാജാവ് പറഞ്ഞു വിട്ട ഭൃത്യന്മാരെയാണ് വിരട്ടി ഓടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തനിക്ക് പെട്ടെന്നൊരു തീരുമാനമെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൾക്ക് കൃപ കൊടുത്തു. അവൾ വളരെ ജ്ഞാനത്തോട്, അതായത് ദാവീദ് അവളെ നോക്കി പറയുന്നുണ്ട്, നിന്റെ ബുദ്ധി സുസ്ഥ്യം തന്നെ. ഈ സമയത്ത് നീ എന്നെ എതിർപ്പെടാതിരുന്നുവെങ്കിൽ അടുത്ത പ്രഭാതത്തിന് മുന്നമേ
നിന്റെ കുടുംബത്തിലെ സകലത്തെയും രക്തച്ചൊരിച്ചിലാൽ കൊന്നുകളയുമായിരുന്നു. സ്തോത്രം. ഈ സമയം പെട്ടെന്ന് അബീഗയിൽ തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു, ദാവീദ് വന്ന് ചോദിച്ചതും അതിനപ്പുറമായി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും റെഡിയാക്കി വേഗത്തിൽ നിങ്ങൾ മുന്നിലേക്ക് പോകുക, ഞാൻ നിങ്ങളുടെ പിന്നാലെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ കടന്നു പോവുകയാണ്. എന്നാൽ നാബാനോട് അബീഗയിൽ ഒന്നും പറഞ്ഞില്ല. എവിടെയാണ് പോകുന്നത്, എന്തുവാണ് തൻ്റെ ഭൃത്യന്മാരുമായിട്ട് താൻ പോകുന്നത്, ഒരു കാര്യവും നാബാനോട് അബീഗയിൽ സംസാരിക്കാനോ പറയുവാനോ പോയില്ല. അതിനർത്ഥം പ്രിയപ്പെട്ടവരെ, ദൈവജ്ഞാനമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പലപ്പോഴും പല വിഷയങ്ങളും കടന്നു വരും. നമ്മൾ ചിന്തിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും നമുക്ക് വിഷയമുണ്ടാകുന്നത്. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നായിരിക്കും നമുക്ക് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് നേരിട്ട് ചെന്ന് എതിർത്ത് പ്രശ്നമുണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടേതായ അവസ്ഥകളും വിഷമങ്ങളും അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാനും നിങ്ങളും നെടുമ്പാട് വീണ് സമർപ്പിച്ച്, കർത്താവെ തെറ്റുപറ്റിപ്പോയി വിഷയത്തിൻ്റെ മേഖലകളിൽ ഒരു നീതി അയച്ചു വിടുവിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ദുഷ്ടന്റെ സകല മണ്ഡലങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ശത്രു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സകല പദ്ധതികളും പൊളിഞ്ഞു പോകും. ആമേൻ. അങ്ങനെ ഇത് അവർ പോവുകയാണ്. ദാവീദ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. 2 യാത്ര നടക്കുകയാണ്. എന്നാൽ ദാവീദ് ദൂരെ നിന്നും കടന്നു വരുന്നത് അബീഗയിൽ കണ്ടിട്ട് അവളുടെ കുതിരപ്പുറത്തു നിന്നും ഇറങ്ങി ദാവീദിന്റെ അടുക്കിലോളം ചെന്ന് അവൾ നെടുമ്പാട് വീണ് നമസ്കരിച്ചിട്ട് ക്ഷമ ചോദിച്ചു താൻ ക്ഷമ ചോദിക്കുകയാണ്. തൻ്റെ ഭർത്താവ് ചെയ്തു പോയത് ക്ഷമിക്കണം. അവൻ്റെ പേര് നാബാൻ, അതിനർത്ഥം നിഷ്ഠൂരനും നിഷ്കർമ്മി എന്നാണ്. എന്നാൽ അവൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണം. നിനക്ക് വേണ്ടിയുള്ളതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് സ്വീകരിക്കണം. ക്ഷമ ചോദിച്ച് അവൾ നെടുമ്പാട് വീണ് ദാവീദിനോട് ക്ഷമ ചോദിക്കുകയാണ്. ആ സമയത്താണ് ദാവീദ് അബീഗയിനെ നോക്കി പറയുന്നത്, നിന്റെ ബുദ്ധി സുസ്ഥിരം തന്നെ. ഈ സമയത്ത് നീ എന്നെ എതിർപ്പെടാതിരുന്നുവെങ്കിൽ അടുത്ത പ്രഭാതത്തിന് മുന്നമേ നിന്റെ കുടുംബത്തിലെ സകല പുരുഷ പ്രജയും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് കളയുമായിരുന്നു. നീ ഈ സമയത്ത് വന്നതുകൊണ്ട് ഈ അനർത്ഥത്തെ നീ തടഞ്ഞു. ഈ അനർത്ഥം നിന്നിൽ നിന്ന് മാറിപ്പോയി. അതാ ദൈവവചനം ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും, അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അതെ പ്രിയ ദൈവമക്കളെ, അബീഗയിന്റെ ദൈവജ്ഞാനമാണ് തൻ്റെ കുടുംബത്തിലെ ഒരു വ്യക്തി ദൈവീക നിയോഗമില്ലാതെ പ്രവർത്തിച്ചത് മുഖാന്തരം കുടുംബത്തിൽ വന്നതായ സകല ശാപങ്ങളെ, അതുമാത്രമല്ല കുടുംബത്തിലെ സകലം നശിച്ചു പോകത്തക്കവണ്ണം പതിയിരുന്ന മണ്ഡലങ്ങൾ നീങ്ങിപ്പോകുവാനുള്ള കാരണം തൻ്റെ മുന്നിൽ വന്ന പ്രശ്നം ദൈവജ്ഞാനത്തോടുകൂടെ അവൾ എതിർപ്പെട്ട് ദൈവജ്ഞാനത്തോട് ആ വിഷയത്തിൽ മേൽ കയറി ചെന്ന് അവൾ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുവാൻ, ക്ഷമ ചോദിക്കുവാൻ, ആ വിഷയത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി അവൾ ധൈര്യത്തോടെ ഇറങ്ങിച്ചെന്ന് ദാവീദിനോട് ക്ഷമ ചോദിക്കുവാനും ദാവീദിന് ആവശ്യമായതുള്ളത് കൊടുത്ത് ക്ഷമ ചോദിക്കുവാൻ അവൾ തയ്യാറായത് മുഖാന്തരം അവളെ കുടുംബത്തിൽ കടന്നു വന്ന അനർത്ഥം, ആ പ്രശ്നങ്ങൾ അവളെ കുടുംബത്തെ നശിപ്പിച്ചു കളയുവാൻ തന്ത്രമിട്ട തന്ത്രങ്ങളെ സ്വർഗത്തിലെ ദൈവം അവളുടെ ദൈവജ്ഞാനത്തോടുള്ള ഇടപാടുകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ ഭയപ്പെട്ട് നീ പുറകോട്ട് പോകുവാനല്ല, പ്രശ്നങ്ങളെ ചാടിക്കിടക്കുവാൻ. അതാണ് ദാവീദ് ഒരു പാട്ടിൽ പാടി, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും,
എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ ഭയപ്പെട്ട് പുറകോട്ട് ഓടി ഒളിക്കുന്നവനല്ല ഒരു ഭക്തൻ. പ്രശ്നങ്ങൾ മുന്നിൽ വരുമ്പോൾ നീ ആ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ കൃപാസനത്തിൽ ധൈര്യത്തോടെ കയറി ചെന്ന് സ്വർഗത്തിലെ ദൈവത്തോട്, പരിശുദ്ധാത്മാവോട് പറയണം. ധൈര്യത്തോട് തെറ്റുപറ്റിയെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കുടുംബത്തിൽ ആരിൽ നിന്നാണോ വിഷയമുണ്ടായത്, നീ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനാണോ, നീ ദൈവസന്നിധിയിൽ ചെന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ, കുടുംബത്തിന് വേണ്ടിയാണോ, ഏതു മേഖലകൾ മുഖാന്തരമാണ് നീ കുടുംബത്തെ ചില പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്നുവോ, നീ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവുമായി ചേർന്ന് നടക്കുന്ന ഒരു ഭക്തൻ ആ പ്രശ്നം കണ്ട് ഭയപ്പെട്ട് ഒളിക്കുവാനല്ല, അവിശ്വസിക്കുവാനല്ല, ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നീ ദൈവത്തോട് ക്ഷമ ചോദിച്ച ആ വിഷയത്തെ ദൈവകരങ്ങളിൽ കൊടുത്ത് യഥാർത്ഥമായിട്ടും ആ വിഷയത്തിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം എന്തെന്ന് ദൈവത്തോട് സമർപ്പിച്ച് നീ ഏൽപ്പിച്ച് എതിർത്ത്, ഹല്ലേലൂയ, ആ വിഷയത്തെ ദൈവകരങ്ങൾ കൊടുത്ത് നീ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിന്റെ കുടുംബത്തിൽ ശത്രു ഒരുക്കിയിരിക്കുന്ന സകല പ്ലാനുകളെയും പദ്ധതികളെയും സ്വർഗത്തിലെ കർത്താവ് പൊളിച്ചു കളയും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിഷയങ്ങളില്ലാത്ത വ്യക്തിത്വങ്ങളില്ല. നിന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെട്ട് പുറകോട്ട് ഓടേണ്ട വ്യക്തിയല്ല. ദൈവജ്ഞാനത്താൽ നീ ആ വിഷയങ്ങളെ പരിഹരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ നൽകും. ഇവിടെ വലിയൊരു അനർത്ഥം നാബാൻ മുഖാന്തരം കുടുംബത്തിൽ സംഭവിക്കേണ്ടത്, ദൈവജ്ഞാനത്തോടൊരു സഹോദരിയെ പരിശുദ്ധാത്മാവിടെ ഉപയോഗിക്കുകയാണ്. അതിനർത്ഥം ദൈവത്തോട് തുറന്നു പറയാൻ നമ്മൾ മടിക്കേണ്ട. ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. നിന്റെ വിഷയങ്ങൾ ഏതായിരുന്നാലും, വിഷയത്തിൽ തെറ്റുപറ്റിയോ, ദൈവസന്നിധിയിൽ ചെന്ന് നെടുമ്പാട് വീണ് നേർക്ക് ചെന്ന് ദൈവസന്നിധിയിൽ ചെന്ന് പ്രാഗൽഭ്യത്തോടെ ദൈവത്തോട് നീ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ബലഹീനെ തുണ നിൽക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ദൈവജ്ഞാനത്തോടെ നിന്റെ വിഷയങ്ങൾ നീ കൈകാര്യം ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഏതൊരു വിഷയങ്ങളാൽ നിങ്ങളെ ഭാരപ്പെട്ടാലും ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രശ്നങ്ങൾ മുന്നിൽ വന്നപ്പോൾ ഭയപ്പെട്ടു പോകാതെ ദൈവജ്ഞാനത്തോടെ ഒരു അബീഹയെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റ കാര്യം, നിങ്ങൾ പ്രാർത്ഥിച്ചു വചനം ധ്യാനിച്ചും ദൈവജ്ഞാനത്തിൽ ദൈവശബ്ദം കേട്ട് നീ ആ വിഷയത്തിലേക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ആ വിഷയത്തിൽ മേൽ നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ, ആ പ്രശ്നങ്ങളെ പരിശുദ്ധാത്മാവ് നിനക്ക് പരിഹാരം നൽകും. സ്തോത്രം. ഏതെങ്കിലും വിഷയങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെടുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ, ദൈവസന്നിധിയിലേക്ക് നേർക്ക് നേരെ വന്ന് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ സമർപ്പിക്കുക. ജീവിതത്തിൽ വിടുതലുണ്ട്, ജീവിതത്തിൽ വിടുതലുണ്ട്, പരിഹാരമുണ്ട്. നിങ്ങൾ തോറ്റവരല്ല. കാരണം നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. ഏത് വിഷയങ്ങളായിരുന്നാലും പരിഹാരം സ്വർഗത്തിൻ്റെ സന്നിധിയിലുണ്ട്. നീ കർത്താവിൻ്റെ സന്നിധി കടന്നുവാ. ഒന്നുകൂടെ ദൈവസന്നിധി സമർപ്പിക്കുക, ഏൽപ്പിക്കുക. പരിശുദ്ധ കർത്താവെ, നിമിഷത്തിൽ എൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ കണ്ട് ഞാൻ ഭയപ്പെടേണ്ടവനല്ല. നിങ്ങൾക്ക് വ്യത്യസ്തപരമായിട്ടുള്ള വിഷയമായിരിക്കാം. നമ്മൾ ചിന്തിക്കാത്ത, നനയ്ക്കാത്ത മേഖലയിൽ പലരിൽ നിന്നും പല മേഖലയിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ അതെല്ലാം പരിഹാരം നൽകുന്ന ആ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങൾക്ക് പരിഹാരത്തെ നൽകും. ഒറ്റ കാര്യം, ഏത് വിഷയമായിരുന്നാലും പരിഹാരമില്ലാത്ത വിഷയമില്ല. നീ ദൈവസന്നിധിയിൽ, ദൈവസന്നിധിയിൽ, അതായത് ദാവീദിൻ്റെ അടുക്കൽ നേർക്ക് നേരെ ചെന്ന് ക്ഷമ ചോദിച്ച് തന്നെ സമർപ്പിച്ച് തെറ്റേറ്റുപറഞ്ഞ് സമർപ്പിച്ച് ക്ഷമ ചോദിച്ചതുപോലെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ചെന്ന് തെറ്റുകൾ ദൈവസന്നിധിയിൽ
മനഃപൂർവ്വമായി ഏറ്റുപറഞ്ഞ് അനുതപിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ദൈവസന്നിധി സമർപ്പിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ കുടുംബത്തിനകത്ത് ശത്രു വെച്ചിരിക്കുന്ന സകല പതിയിരിപ്പുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൊളിച്ചു മാറ്റി ആ പ്രശ്നത്തിൽ മേൽ ജയത്തെ നൽകുന്ന ദൈവമാണ്. അപ്രകാരം നിങ്ങൾ സമർപ്പിക്കുക, കർത്താവ് നിങ്ങൾക്ക് ജയം നൽകും. ഏത് പ്രശ്നങ്ങളും തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ധാരാളമായി അനുഗ്രഹിക്കും. ഇവരേത് പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയാലും ദൈവജ്ഞാനത്തോടെ ആ വിഷയങ്ങളെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. ആ വിഷയങ്ങൾ ജയം വരട്ടെ. ഇവരെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വരട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.